പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്കെല്ലാം ലോർഡ്സ് പ്രേയർ അറിയാം അല്ലേ? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. അതിൻ്റെ 12-ാം വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം മനുഷ്യരാ. നമ്മളുടെ സഹമനുഷ്യരോട്, സഹജീവികളോട് എപ്രകാരമായിരിക്കുന്നോ, എത്രത്തോളം നാം അവരോട് കൈൻഡ് ആയിരിക്കുന്നോ, എത്രത്തോളം നാം അവരോട് ക്ഷമിക്കുന്നോ, എത്രത്തോളം നാം അവരെ സ്നേഹിക്കുന്നോ, അതുപോലെ ആയിരിക്കും നമ്മളോട് കർത്താവും. നോക്കിക്കേ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോടും ക്ഷമിക്കണമേ എന്ന് പറയാൻ നമുക്കിന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളെ മുറിപ്പെടുത്തിയവരോട്, വാക്കുകൾ കൊണ്ട് നമ്മളെ തകർത്തവരോട്, നമ്മളുടെ കരത്തിൽ നിന്ന് കടം മേടിച്ച് തിരിച്ചു തരാത്തവരോട്, പല വിധത്തിൽ നമ്മളോട് ബുദ്ധിമുട്ട് കാണിച്ചവരോട് നമുക്ക് ക്ഷമിച്ചിട്ട് കർത്താവിനോട് പറയുവാൻ കഴിയുമോ, ഞാൻ അവരോട് ക്ഷമിച്ചതുപോലെ അങ്ങ് എന്നോടും ക്ഷമിക്കണമേ എന്ന്? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ക്രിയ ചെയ്യട്ടെ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം ക്ഷമയാലും ദൈവസ്നേഹത്താലും നിറയപ്പെടട്ടെ. ആരോട് ക്ഷമിക്കാൻ കഴിയാത്തത്? ആരോട് ഉള്ള ഓർമ്മകളാ നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നത്? ഇന്നൊന്ന് തീരുമാനമെടുത്തേ, ക്ഷമിക്കുവാൻ, വിട്ടുകളയുവാൻ. എന്നിട്ട് അവരോടൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് അപ്പായോട് പറഞ്ഞേ, അപ്പാ ഞാൻ അവരോട് ക്ഷമിച്ചതുപോലെ അപ്പ എന്നോടും ക്ഷമിക്കാമോ എന്നൊന്ന് ചോദിച്ചേ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ വൈകുന്നത്, നമ്മളുടെ വിടുതലിന് തടസ്സമാകുന്നത് നമ്മളുടെ ഹൃദയത്തിലെ കയ്പും വിദ്വേഷവും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവവും ഒക്കെയാണ്. ഇന്ന് ഈ വചനപ്രകാരം നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഹൃദയത്തിലുള്ള മുറിപ്പാടുകൾ, കയ്പുകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, വിദ്വേഷം വരുത്തുന്ന ചിന്തകൾ, ഇവയൊക്കെ ഒന്ന് വിട്ടുകളയാം. നമുക്ക് ക്ഷമിക്കാം. ഈ വചനം പറഞ്ഞതുപോലെ നമുക്ക് ക്ഷമിക്കാൻ മറക്കണ്ട. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഹൃദയം ക്ഷമയാൽ നിറയപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ, ഉള്ളിൽ വിദ്വേഷവും കയ്പും ഒക്കെ നിറഞ്ഞ് അത് ശരീരത്തെ രോഗിയാക്കി മനസ്സിനെ ക്ഷീണിപ്പിച്ച് ബന്ധങ്ങൾ തകർന്ന് ഒക്കെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു വലിയ സൗഖ്യം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. കർത്താവിൻ്റെ കൃപ അധികമായി പകരണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരും സഹകരിക്കുന്നവരും ഒക്കെയായി തീരട്ടെ. ഞങ്ങൾ അങ്ങേപ്പോലാകട്ടെ. ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ അരികിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറില്ലേ. എപ്പോഴും അങ്ങയുടെ ആലോചന പ്രകാരം ഞങ്ങളെ നടത്തണേ. സമുടമായി താഴ്ത്തുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്ഷമിക്കുവാൻ മറക്കണ്ട. ബ്ലെസ് യു.